ജൈവ കൃഷിയിലൂടെ ഒരു ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേരെ പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗലൂർ ഗ്രാമത്തിലെ അബ്ദുൾ റസാഖ്, ആരിഫ് ഖാൻ എന്നിവരാണ് 62 വീടുകളിൽ ജൈവ കൃഷി വിപ്ലവത്തിന് വിത്തിടുന്നത്. കൃഷി ഒരു സംസ്കാരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു തുടക്കത്തിന് അബ്ദുൾ റസാഖ് ഇറങ്ങിത്തിരിച്ചത്. ഒരു കുടുംബത്തിനും ഒരു ഗ്രാമത്തിനും ആവശ്യമായ ആഹാര സാധനങ്ങൾ സ്വയം കൃഷി ചെയ്തുണ്ടാക്കുക എന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ. ആഹാരം എന്ന് പറഞ്ഞ സാധനം കൃഷിക്കാരൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആഹാരം കഴിക്കുന്നവരൊക്കെ കുറച്ചത് ഉണ്ടാക്കണം എന്നുള്ളൊരഭിപ്രായം, അങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ആഹാരം തീരെ ശുദ്ധമല്ല. അപ്പോൾ നല്ല ആഹാരം ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആഹാരം കഴിക്കുന്നവരൊക്കെ കുറേശ്ശെ ആഹാരം ഉണ്ടാക്കി തുടങ്ങിയാൽ അത് കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ അതിൻ്റെ മെച്ചം കിട്ടും. പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് ഈ പോളിഫാം കൾട്ടിവേഷൻ. ഇതിന് റസാഖിന് മുൻ മാതൃകയൊന്നുമില്ല. നാട്ടുകർഷകരിൽ നിന്നും കാർഷിക സർവകലാശാലയിലെ ഡോക്ടർമാരിൽ നിന്നും ലഭിച്ച അറിവുമാണ് മുതൽക്കൂട്ട്. ബഹുവിള കൃഷി രീതിയാണ് പരീക്ഷിക്കുന്നത്. വെണ്ടയും തക്കാളിയും പാവയ്ക്കയും കാപ്സിക്കവും പയറുമെല്ലാം ഒരുമിച്ച് തന്നെ കൃഷി ചെയ്യുന്നു. ഏകവിള കൃഷി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തീരെ അനുയോജ്യമല്ല. എപ്പോഴും കൃഷി ബഹുവിളയായിരിക്കും. ബഹുവിളകളാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ കളകൾ വിളയുടെ ശത്രുവല്ല ഒരിക്കലും. കളകൾ വേണമെന്ന് മാത്രമല്ല, കളകൾ ബഹുകളകളായിരിക്കണം. ഭൂമി ഇളക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അവിടെ സൂക്ഷ്മാണുക്കൾ അവശേഷിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഇരകൾ ഉണ്ടാവണമെങ്കിലും ഭൂമി ഇളക്കാതിരിക്കണം. രാസവളം തീരെ പ്രയോഗിക്കാതെ തനി പ്രകൃതി രൂപത്തിലുള്ള ഒരു കൃഷിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മണ്ണിൽ രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തൈരിൽ ചേമ്പിൻ്റെ ഇല കൂട്ടി മൂപ്പിച്ച് ആ രീതിയിലൊക്കെയാണ് ഇത് ആൻറ്റിസെപ്റ്റിക്കാക്കി മാറ്റിയിട്ടുള്ളത്. അണുക്കളെ ആകർഷിക്കാൻ വേണ്ടി മഞ്ഞ ബോർഡ് വെച്ച് അതിൽ ആവണക്കെണ്ണ പുരട്ടി അങ്ങനെയാണ് അണുവിമുക്തമാക്കുന്നത്. അതുപോലെയുള്ള ചില നാടൻ പ്രയോഗങ്ങളാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. കൃഷി ചെയ്യുവാൻ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയാൽ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് പോളിഫാം കൾട്ടിവേഷൻ. ഇതിനായി 75% സർക്കാർ സബ്സിഡി നൽകും. വിളവെടുപ്പിൽ നിന്ന് വർഷം 1 ലക്ഷത്തിനടുത്ത് വരുമാനവും ലഭിക്കും. ഒരു വർഷം ഇൻഡോർ ചെയ്യുകയാണെങ്കിൽ 100 സ്ക്വയർ മീറ്ററിൽ ചെയ്യുകയാണെങ്കിൽ 3 വിളവെടുപ്പ് നടത്താൻ സാധിക്കും. ഒരു വിളവെടുപ്പിൽ നന്ന ചുരുങ്ങിയത് 1000 കിലോ പച്ചക്കറികൾ ലഭിക്കും. അങ്ങനെ 3 തവണകളായിട്ട് 3000 കിലോ പച്ചക്കറി ലഭിക്കും. കിലോവിന് 30 രൂപ കിട്ടുമെന്ന് വെച്ചാൽ 900 രൂപ ഒരു വർഷം പച്ചക്കറിയിലൂടെ മാത്രം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സീഡ്ലിംഗ് വിത്ത് ഉൽപ്പാദനം, തൈകളാക്കി മാറ്റുന്ന പണികൾ ഇതിനോടനുബന്ധിച്ച് നടത്താൻ സാധിക്കും. ഇതുകൂടാതെ കവുങ്ങ്, മാവ്, 5 ഏക്കറിൽ വിവിധ തരം പഴക്കൃഷി എല്ലാമുണ്ട് റസാഖിന്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മിറാക്കിൾ ഫ്രൂട്ടും എലിഫന്റ് ആപ്പിളുമൊക്കെ ഇവിടെ കാണാം. കൂടാതെ പക്ഷിമൃഗാദികളുടെ ശേഖരവും. റസാഖിനെ പോലുള്ളവരുടെ പ്രോത്സാഹനത്തിൽ നിന്നാണ് ആരിഫ് ഖാനെ പോലുള്ള യുവാക്കളും കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ചേന്നമംഗലൂരിലെ 62 വീടുകൾ ഉൾപ്പെടുന്ന പാലയിൽ റെസിഡൻസ് അസോസിയേഷനിലാണ് സ്വയം പര്യാപ്തമാകുക എന്ന ഉദ്ദേശത്തോടെ കൃഷി ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നത്.
വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആരിഫ് ഖാൻ ഇപ്പോൾ നാട്ടിൽ കൃഷിയുമായി സജീവമാണ്. ഇപ്പം ഞങ്ങൾ അസോസിയേഷൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് പച്ചക്കറി വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ വീടുകളിൽ നിന്നും കിട്ടുന്ന വിളവെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അസോസിയേഷൻ്റെ ലേബലിൽ ഞങ്ങൾ നാട്ടിൽ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം വിളവെടുപ്പിന് സമയമായിട്ടുണ്ട്. ഇത് ഞങ്ങൾ 62 വീടുകളടങ്ങിയ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, പാലിയിൽ റെസിഡൻസ് അസോസിയേഷൻ. ഈ അസോസിയേഷനിലെ എല്ലാ വീട്ടിലും ഞങ്ങളിപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, കൂട്ടായിട്ട് മീൻ വളർത്തുന്നുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത്, ഞങ്ങളുടെ ഏരിയയിൽ ഈ വിഷയത്തിൽ പച്ചക്കറിയുടെയും മറ്റും കാര്യത്തിൽ സ്വയം പര്യാപ്തമാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മുക്കം മുസ്ലിം ഓർഫനേജിന്റെ 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ആരിഫ് കൃഷി ചെയ്യുന്നത്. സുഹൃത്തായ MM ഫൈസലിന്റെ തൃശൂരിലെ ക്ലബ് AD ബയോ ഹെർബൽ ഫാമുമായി ചേർന്നാണ് കൃഷി. വാഴ, റബ്ബർ, പൂക്കൃഷി, ഡയറി ഫാം, മത്സ്യകൃഷി എന്നിങ്ങനെ വിവിധ കൃഷിരീതികൾ നടത്തുന്നുണ്ട്. 2013 മികച്ച സമ്മിശ്ര കർഷകനുള്ള ക്ഷീരവികസന വകുപ്പിന്റെ കർഷക അവാർഡ് ജേതാവ് കൂടിയാണ് ആരിഫ്. ഞങ്ങളിപ്പം മെയിനായിട്ട് ചെയ്യുന്നത് പച്ചക്കറി കൃഷി മാത്രമാണ്. ബാക്കിയുള്ളത് തുടങ്ങാൻ പോകുന്നതാണ്. ഞങ്ങളവിടെ വാഴ, നെല്ല്, പിന്നെ മത്സ്യകൃഷി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി അസോസിയേഷൻ്റെ കീഴിൽ ബാലൻസ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിൽ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ വളങ്ങൾ ലഭ്യമാകാൻ വേണ്ടി ആരിഫ് ആദ്യം തുടങ്ങിയത് ഡയറി ഫാമാണ്. കിട്ടുന്ന പാൽ ചേന്നമംഗലൂരിൽ തന്നെ വിതരണം ചെയ്യുന്നു. ബാക്കി വരുന്നത് സൊസൈറ്റിയിലെത്തിക്കും. ഡയറി ഫാം വെച്ചിട്ട് നമുക്ക് വളം കിട്ടിയാൽ മാത്രമേ മറ്റു കൃഷികൾ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡയറി ഫാം ആദ്യം തുടങ്ങി. പിന്നെ ബാക്കിയുള്ള ഒരു 5 ഏക്കർ പാട്ടത്തിനടുത്ത് ഹെലിക്കോണിയ കൃഷി. ഇവിടെ 12 പശുക്കളാണുള്ളത്. 10 പശുക്കൾ കറവയുള്ളത്, 2 എണ്ണം ചെന്നൈയിലുള്ളത്. 10 എണ്ണത്തിൻ്റെ പാൽ ഏകദേശം ഒരു 110-120 ലിറ്ററോളം വരുന്നുണ്ട്. അത് ഞങ്ങൾ രാവിലെ ഉള്ളത് ലോക്കലിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ബാലൻസുള്ള കുറച്ച് സൊസൈറ്റി കൊടുക്കുന്നു. കൃഷി നഷ്ടമാണ്, ലാഭം തരില്ല എന്ന് പറയുന്നത് വെറുതെ എന്ന് ആരിഫും റസാഖും അനുഭവത്തിൽ നിന്ന് പറയും. ഗ്രാമത്തിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി വിതരണം ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഇതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായി. ഒരു 1 ഇയർ വരെ ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ലാഭകരമായി വരുന്നുണ്ട്. ഡയറി ഫാമിൽ നിന്ന് ഒരു ഭാഗത്തും കിട്ടി വരുന്നുണ്ട്. പക്ഷേ മറ്റുള്ള കൃഷികൾക്ക് കുറച്ച് എമൗണ്ട് ഇറക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം കഴിഞ്ഞു, വിളവെടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ലാഭകരമാകും. രാസവളവിമുക്തമായ ഭക്ഷ്യസാധനങ്ങൾ സ്വയം കൃഷി ചെയ്യാൻ ഒരു ഗ്രാമത്തെ പ്രാപ്തരാക്കുന്നു എന്നതാണ് ഇവരുടെ വിജയം. ഇതിലൂടെ സാമ്പത്തികമായുള്ള നേട്ടവും സാധ്യമാകുന്നു.